വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റിയാദിലുള്ള അൽ ഹരീക്കിലെ ഓറഞ്ച് തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജനുവരി 3 മുതൽ 13 വരെ ഇവിടെ ഓറഞ്ച് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണണം. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്കിടയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റിയാദിൽ നിന്ന് ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും അൽ ഹരീക്കിൽ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഒട്ടും മടുപ്പ് തോന്നാത്ത യാത്രയാണ് കേട്ടോ. ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പിന്നെ ഇതിനിടയിലൊന്നും ഒരു ഷോപ്പോ ഒരു പെട്രോൾ പമ്പോ ഒന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് അപ്പോൾ വഴിയിൽ നിന്ന് പെട്രോൾ അടിക്കാന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ എവിടെയും ഒരു പമ്പും കണ്ടില്ല. ലാസ്റ്റ് അവിടെ എത്താനാകുമ്പോഴാണ് കേട്ടോ ഒന്ന് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇതിന് താഴോട്ട് കാണുന്ന 2-3 ഫാമുകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ടും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാണ്. അപ്പോൾ അകത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. കയ്യിലെത്തിപ്പിടിക്കാവുന്ന അത്ര പൊക്കത്തിലാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അത് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ സ്ട്രോബെറി ഫാമിൽ പോയപ്പോൾ അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണേലും പോയി കാണാം. ഓറഞ്ച് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇതെവിടെ കാണുന്ന കാക്ടസ്, കള്ളിമുൾ ചെടി, ഇത് നമുക്ക് തലയിൽ തേക്കാനുള്ള ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ ടൊമാറ്റോ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബനാനാസ്, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ടും ഓറഞ്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പിന്നെ ഡേറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. വലിയൊരു ഫാമാണ് കേട്ടോ. കുറേ നടന്ന് കാണാനുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഫാമിലി സെക്ഷൻ ആയിട്ട് വേറെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അൽഹരിയക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഓറഞ്ചുകളുടെ പിന്നെ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് ഫാമുകളുണ്ട്, ഓറഞ്ച് ഫാമുകളുണ്ട്. ഓറഞ്ച് ഫാം മാത്രമല്ല വേറെയും കുറേ ഫാമുകളുണ്ട്, സ്ട്രോബെറി, ഡേറ്റ്സ് അങ്ങനെയുള്ള. പ്രധാനമായിട്ട് ഓറഞ്ചാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ എല്ലാ ഫാമുകളും നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. ഇതുപോലുള്ള കുറച്ച് 2-3 ഫാംസുകൾ മാത്രമാണ് അലൗഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് നേരത്തെ വേറൊരു ഫാമിലൊക്കെ പോയിരുന്നു, പക്ഷെ അവിടെയൊന്നും ഇതുപോലെ പിന്നെ വിസിറ്റേഴ്സിനൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് പറിച്ചെടുക്കാൻ തോന്നും കേട്ടോ, പക്ഷെ പറിക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് തന്നെ പോവാം അല്ലേ. ഫാമിലി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓറഞ്ച് ഫെസ്റ്റ് നടക്കുന്ന ഭാഗത്തോട്ട് പോയിട്ടോ. അതും പിന്നെ സെയിം സ്ഥലത്ത് തന്നെയാണ്, കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫെസ്റ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഇതൊക്കെ സെയിൽ ചെയ്യാൻ കൂടി വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ഓറഞ്ചസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഓറഞ്ചസ് മാത്രമല്ല, കുറച്ച് സ്പൈസസ്, പിന്നെ ഹണി, പിന്നെ ഡേറ്റ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്തിപ്പഴമാണ് കേട്ടോ. പിന്നെ അത്തിപ്പഴം, പിന്നെ സ്ട്രോബെറി, പിന്നെ ചെറിയ ചെറിയ തക്കാളി, അതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. റേറ്റും കുറവായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഓറഞ്ചിൻ്റെ ചെടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ചെറിയ സൈസ് ചെടിയും വലിയ സൈസ് ചെടിയും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങിക്കാം. ഇതിലൊക്കെ ചെറിയ ചെറിയ ഓറഞ്ചുകൾ പിടിച്ചിട്ടുണ്ട്. ഓറഞ്ചാണോ ഇത് ലെമൺ ആണോ എന്ന് മനസ്സിലാകുന്നില്ല. ലെമണാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു പാക്കറ്റ് ഓറഞ്ച് വാങ്ങിച്ചു കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം അങ്ങനെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഓറഞ്ചിന്. നമ്മൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. 20 റിയാലായിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തത്. പിന്നെ ഇത് ഓറഞ്ച് ഫെസ്റ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടീ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ടീ പോട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൻറ്റിക്സ് ആയിട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ, പിന്നെ കുറേ ഫുഡ് ഐറ്റംസ്, ഫുഡ് കോർട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ പുതിയ കൂട്ടുകാർ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.